ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ മൂന്നാമതൊരു പ്രതിപക്ഷ നേതാവിനെ കൂടി അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് നവകേരള സദസ്സ് കോൺഗ്രസിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നാണ് ഡോക്ടർ ഷിജു ഖാൻ അതിനെ ഒന്ന് വിശദീകരിച്ച് ഇപ്പോൾ ഇവിടെ കേട്ട വിമർശനങ്ങൾക്കുള്ള മറുപടി എന്താണ്? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഈ പ്രതിപക്ഷത്തെ യുവജന സംഘടനകളുടെയൊക്കെ സമരത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത ഒന്നാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രീകുമാർ ഇവിടെ പറഞ്ഞത് ധൂർത്തിനെതിരായിട്ട്, സർക്കാരിൻ്റെ ധൂർത്തിനെതിരായിട്ടാണ് ഈ സമരം എന്നാണ്. വാസ്തവത്തിൽ ഒരു സർക്കാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളോട് പതിനായിരക്കണക്കിന് ഓരോ ദിവസത്തെ നിവേദനങ്ങൾ സമാഹരിച്ച് വികസനത്തെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സമാഹരിച്ച് മുന്നോട്ട് പോയി ജനങ്ങളോട് സംവദിക്കുന്ന ഒരു പരിപാടിയെ ധൂർത്തെന്ന് വിശേഷിപ്പിച്ച് അതിനെതിരായിട്ട് ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിനെയും ഒന്നും അടയാളപ്പെടുത്തുമ്പോൾ അവർക്ക് നല്ല പേരായിരിക്കില്ല, സൽപ്പേരായിരിക്കില്ല ഉണ്ടാവുക എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ ഒരു നിയതമായ കാരണം പ്രതിപക്ഷത്തിനോ യൂത്ത് കോൺഗ്രസിനോ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് വ്യക്തമായിട്ട് വരികയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് UDFൻ്റെ ബഹിഷ്കരണത്തെ എന്തുകൊണ്ടാണ് കേരളം ഏറ്റെടുക്കാത്തത്? ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും രണ്ട് പ്രബലമായിട്ടുള്ള മുന്നണികളാണ് ഉള്ളത്. സ്വാഭാവികമായും UDFൻ്റെ ശക്തിയും അവരുടെ ഘടകകക്ഷികളുടെ ശക്തിയും കോൺഗ്രസിൻ്റെ ശക്തിയും ഒക്കെ നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സ്വീകരിക്കപ്പെടാതെ പോയത്? ഇതൊരു ദുരവസ്ഥയാണ്, UDFനെ സംബന്ധിച്ചൊരു ദുരവസ്ഥയാണ്. കാരണം UDFനെ നയിക്കുന്ന കോൺഗ്രസ്സിനല്ലാതെ വാസ്തവത്തിൽ ആ ഘടക കക്ഷികളുടെ തന്നെ നിലപാടെന്താണ്? ഓരോ ഘടകകക്ഷിയുടെയും നിലപാടെന്താണ്? ഇനി ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാനെത്തിയത് ആരൊക്കെയാണ്? ശ്രീകുമാർ, നമ്മളൊന്ന് ചർച്ച ചെയ്താൽ അറിയാമല്ലോ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരുമകൻ ഹസീബ് സഖാഫി തങ്ങൾ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാവും അതോടൊപ്പം മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടുള്ള മലപ്പുറത്തെ PP ഇബ്രാഹിം മാസ്റ്റർ, DCC അംഗം കൂടിയായിട്ടുള്ള ശ്രീ AP മൊയ്തീൻ, പത്തനംതിട്ടയിലെ DCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ്, DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ സജി ചാക്കോ, അതോടൊപ്പം DCCയുടെ മുൻ പ്രസിഡന്റ് പാലക്കാട്ടെ ശ്രീ AV ഗോപിനാഥ്, തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു DCC അംഗം കൂടിയായിട്ടുള്ള ശ്രീ ബിനു അടക്കം, ഇത് ഞാനിവിടെ വായിച്ചാൽ ഈ സമയം മതിയാവുകയില്ല. അതോടൊപ്പം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി നിൽക്കുന്ന ജനപ്രതിനിധികൾ, ജനനേതാക്കൾ, ഇവരൊക്കെ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ബഹിഷ്കരണ ഭീഷണിയെ നിങ്ങളുടെ രാഷ്ട്രീയം പേറുന്നവർ പോലും സ്വീകരിക്കുന്നില്ല, എന്നിട്ടല്ലേ ജനങ്ങൾ സ്വീകരിക്കുക. എന്തിനാണിത് ബഹിഷ്കരിക്കുന്നതെന്നോ, എന്തിനാണ് ഈ നവകേരള സദസ്സിനെതിരായി സമരം നടത്തുന്നതെന്നോ സ്വന്തം രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരെ വിശ്വസിപ്പിക്കാൻ പോലും, അവരെ ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്ത ഒരു ദുരവസ്ഥ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നേരിടുകയാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്? ശ്രീകുമാർ, നമ്മൾ കാണേണ്ടത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുന്ന വിമർശനങ്ങളും അതിനെ സംബന്ധിച്ച നിങ്ങളുടെ സമരങ്ങളും ഒന്നും പോലെയല്ല ഇപ്പോഴത്തെ നിങ്ങളുടെ നിലപാട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ നിങ്ങൾ ഈ സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, സഖാവ് പിണറായി വിജയനെതിരായിട്ട് നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വളർച്ച 8% വർദ്ധിച്ച കാലയളവ്, തനത് വരുമാനം 41% വർദ്ധിച്ചത്, ഏതാണ്ട് കിഫ്ബി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 83,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ദേശീയപാത വികസനം, പലപ്പോഴായി നിന്നുപോയ ദേശീയപാത വികസനം ഈ ഗവൺമെൻറ് അതിനാവശ്യമായ നിലപാട് സ്വീകരിച്ച് 2025 ആകുമ്പോൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ശ്രീകുമാർ, ഇന്ത്യയിൽ 5580.74 കോടി രൂപ ദേശീയപാത വികസനത്തിന് വേണ്ടി ചെലവഴിച്ച മറ്റൊരു സംസ്ഥാനവുമില്ല, ഈ കേരളമാണ്. 25% തുക മാറ്റിവെച്ച് വികസന പ്രവർത്തനം നടത്തുകയാണ്. നിങ്ങൾക്ക് കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വിഴിഞ്ഞം പദ്ധതി അത് പൂർത്തീകരിച്ച് 2024 കമ്മീഷൻ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഒരു നാടായി കേരളം മാറാൻ പോകുന്നു.
അതിൻ്റെ ഭാഗമായിട്ടുള്ള ഔട്ടർ റിംഗ് റോഡ്, അതോടൊപ്പം പിന്നെ 6 വരി പാത, അതോടൊപ്പം വ്യവസായ രംഗത്തെ വലിയ ടൗൺഷിപ്പുകളൊക്കെ വരാൻ പോവുകയാണ്. പിന്നെ അതോടൊപ്പം കേരള സ്പേസ് പാർക്ക് പ്രോജക്റ്റ്, ബഹിരാകാശ വ്യോമയാന പ്രതിരോധ രംഗത്തെ വലിയ നിലയിലുള്ള അതിലധിഷ്ഠിതമായ വ്യവസായങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനം, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് അടക്കം പിന്നീട് വരുന്ന പുതിയ സംരംഭങ്ങൾ, അതോടൊപ്പം നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേരളം വഹിക്കുന്ന പങ്ക്, മലയോര ഹൈവേ. ശ്രീ ലാൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ മലയോര ഹൈവേ കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള 13 ജില്ലകളിൽ 1251 കിലോമീറ്റർ കടന്നു പോകുന്ന വലിയ പദ്ധതി, അതോടൊപ്പം പൂവാർ മുതൽ തിരുവനന്തപുരത്തെ പൂവാർ മുതൽ തലപ്പാടിക്കകത്ത് കുഞ്ചത്തൂരിൽ വരെ എത്തുന്ന തീരദേശ പാത, പിന്നെ അതോടൊപ്പം താമരശ്ശേരിയിലെ എത്രയോ പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ ആഗ്രഹം ആനക്കാംപോയിലെ മേപ്പാടിയിലെ പിന്നെ ഈ തുരങ്കപാത, ഇതെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട പിന്നെ വിമാനത്താവളം, ഇതെല്ലാം വികസനത്തെ തൊട്ടറിയാൻ അവസരം കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. വികസന വിരുദ്ധരെന്ന് UDF മുദ്രകുത്തി വിമർശിച്ച ഇടതുപക്ഷമാണ് ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ മുഴുവൻ പിന്നീട് ആ ഒരു സങ്കല്പത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് കേരളം കാണുകയല്ലേ. നിങ്ങളുടെ സമരത്തിൽ എന്തുകൊണ്ട് ആളില്ല? നിങ്ങൾക്ക് അവസാനം ഞാൻ കൺകൂടിയാം, അവസാനം നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ്സിന് എന്താണ് അവർ ചെയ്തത്? ആണിയടിച്ച പട്ടിക, അതോടൊപ്പം മുളവടി, കുപ്പി, കല്ല്, ഇതെല്ലാമാണ് നിങ്ങളുടെ സമരരൂപമായി മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈ തിരുവനന്തപുരം വരെ ഈ നവകേരള സദസ്സ് സഞ്ചരിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ നിങ്ങൾക്ക് ആളെ കിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഷൂസ് വലിച്ചെറിയുന്നത്. അങ്ങനെയെങ്കിലും ഈ പത്രങ്ങളും ചാനലുകളും ഒക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ അതോടൊപ്പം ഈ ആണിയടിച്ച പട്ടികയൊക്കെ കൊണ്ടുവന്ന് ആളുകൾ പിന്നീട് ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊപ്പം ആളില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി, അപ്പോൾ ഈ നവകേരള സദസ്സ് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിന് തെറ്റുപറ്റിയെങ്കിൽ, ഞങ്ങൾക്കിതിൽ സഹകരിക്കാൻ പറ്റാത്തതിൽ തെറ്റുപറ്റി എന്നുണ്ടെങ്കിൽ ശ്രീകുമാർ, നിങ്ങൾക്ക് തുറന്നു പറയാൻ ഇനിയും അവസരമുണ്ട്. ഇത് ഇത്രയധികം ജനസ്വീകാര്യത പിടിച്ചു പറ്റിയ നിങ്ങളുടെ MLA-മാരുള്ള മണ്ഡലം ഉണ്ടല്ലോ, ആ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ MLA-മാർ കാണേണ്ടതാണ്. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.